നമസ്കാരം. നാട്ടുവരമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബിന്ദുമണി. തിരുമല മങ്കാട്ടുകടവിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 6.5 സെൻറ്റിൽ ഒരു വീടുണ്ട്. അതിൻ്റെ ഒരു 800ഓളം വരുന്ന സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. നമ്മുടെ ഈ ചെറിയ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ചെറുതിലേ മുതലേ കൃഷിയോട് താല്പര്യമായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടി. പിന്നെ ആ ജോലിയുടെ തിരക്കുകൾക്കിടയിലും ക്വാർട്ടേഴ്സ് ജീവിതത്തിൻ്റെ ഇടയിലും നമുക്ക് വളരെ നന്നായിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥല സൗകര്യം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വച്ചപ്പോൾ നമുക്ക് അതിന് കുറച്ചുകൂടെ ഉള്ള സ്ഥലത്ത്, പരിമിതമായ സ്ഥലമേ ഉള്ളൂവെങ്കിലും ഉള്ള സ്ഥലത്ത് നമുക്ക് വേണ്ടുന്നത് ഉൽപ്പാദിപ്പിക്കണം എന്നൊരു ആഗ്രഹം. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ RCCയിലെ ട്രീറ്റ്മെൻറ്റ് 2018 ആയി വേണ്ടി വന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ പുറത്തുനിന്നുള്ള പച്ചക്കറികളും പഴങ്ങളും വാങ്ങിച്ചു കൊടുത്ത് അസുഖത്തിനെ പ്രതിരോധിക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുത്താതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് പൂർണ്ണമായും ഇവിടെ എന്ത് കറി ഉണ്ടാക്കുന്നെങ്കിലും അത് മാക്സിമം നമ്മൾ നമ്മുടെ വിളയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട, ധൈര്യപൂർവ്വം എടുത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ വീട് വാങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു 5-10 ഗ്രോ ബാഗിൽ കുറച്ച് ചെടികൾ മാത്രമാണ് നട്ടിരുന്നത്. പക്ഷേ അത് പോരാന്ന് തോന്നിയിട്ട് നമ്മൾ പിന്നെ സ്റ്റാൻഡ് അടുപ്പിച്ചു. വള്ളിച്ചെടികൾ പടർത്താൻ വേണ്ടിയിട്ട് മേളിൽ തട്ടിട്ടു. ഇതെല്ലാം തന്നെ ഇരുമ്പ് പൈപ്പുകളിൽ തന്നെ നമ്മൾ ചെയ്തു. ഇപ്പോൾ നിലവിൽ ഈ 800 സ്ക്വയർ ഫീറ്റിൽ വളരെ അധികമില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ദിവസവും കിട്ടുന്നുണ്ട്. ഇവിടെ ശീതകാല പച്ചക്കറി വിളയായ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയും നട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൈകൾ ഞാൻ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നാണ് വാങ്ങിച്ചത്. കോളിഫ്ലവർ നമുക്കിവിടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ക്യാബേജ് ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയല്ല, അത് ഉണ്ടാകും എന്നുള്ളതിനുള്ള തെളിവാണിത്. ഇതിനും സാധാരണ വളക്കൂട്ട്, മറ്റ് ചെടികൾക്ക് നമ്മൾ എങ്ങനെയാണോ വളം തയ്യാറാക്കുന്നത്, മണ്ണ് ഒരുക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതിനും തയ്യാറാക്കിയത്. പിന്നെ ഇതിന് കുറച്ച് ഷെയ്ഡ് ഉണ്ടായിരുന്നാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഷെയ്ഡിലല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ അങ്ങ് തളർന്നു പോകും. അങ്ങനെ വെയിലിനെ പ്രതിരോധിക്കുന്ന വിധത്തിൽ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വച്ച് 2 നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല വിളവ് തരുന്ന ഒന്നാണ് ഈ ശീതകാല പച്ചക്കറി വിളയായ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ. ഇത് ഒരാണ്ടൻ ചീരയാണ്. ഈ ചീരയുടെ പ്രത്യേകത, ഇത് വളരെ വലുതാകുന്ന ഒരു ചീരയാണ്. വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. ഇതിൻ്റെ കൊണ്ട ഒടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ശിഖരങ്ങളുണ്ടാവും. ആ ശിഖരങ്ങളെ വീണ്ടും കട്ട് ചെയ്താൽ വീണ്ടും ശിഖരങ്ങൾ. ഇങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ ഒരാണ്ടൻ ചീര എന്ന് പറയുന്നത്. ഇവിടെ ഇത് കൂടാതെ പച്ചച്ചീരയുണ്ട്, പിന്നെ അഗസ്ത്യച്ചീര ഉണ്ട്, പിന്നെ സാമ്പാർ ചീരയുണ്ട്, പിന്നെ പൊന്നാങ്കണ്ണിച്ചീര. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചീരകളുണ്ട്. 30 മുതൽ 45 ദിവസത്തിനുള്ളിൽ തന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വിളവെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. നമുക്കിപ്പോൾ ഒരു ചട്ടിയിൽ മണ്ണും വളക്കൂട്ട് തയ്യാറാക്കിയ മണ്ണെടുത്തിട്ട് അതിൽ വളരെ കുറച്ച് മാത്രം വിത്തിട്ട് നമുക്കതിനെ നേരെ വളരാൻ അനുവദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചീര ഒരുമിച്ച് പാകിയിട്ട് അതിനെ തൈ ഇളക്കി നടുകയും ആവാം. ചീരയെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു രോഗമാണ് ഇലപ്പുള്ളി രോഗം. അതോടൊപ്പം തന്നെ ഈ പുഴുക്കൾ, ഇല ചുരുട്ടി പുഴുക്കൾ ഉണ്ടാകുന്നത്. ഇത് നമ്മൾക്ക് ചെറിയൊരു കർഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവയെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് കൊന്നു കളഞ്ഞാൽ പിന്നെ അത് ബാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു ജൈവ കീടനാശിനി പോലും നമുക്ക് തളിക്കേണ്ട ഒരു സ്ഥിതി വരുന്നില്ല. ഇതിനൊന്നും തന്നെ ഞാൻ ഇന്ന് വരെ ഒരു കീടനാശിനിയും ഉപയോഗിച്ചിട്ടില്ല. കാരണം നിരന്തരം രാവിലെയും വൈകുന്നേരവും 2 നേരം വന്ന് നമ്മൾക്ക് ഇലകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് അത് മാറ്റിക്കളയാവുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ്.
ഇതിൻ്റെ വിത്തുകൾ വളരെ മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതിനെ ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അധികവും നാടൻ വിത്തുകളെയാണ് ഞാൻ ആശ്രയിക്കാറ്. പിന്നെ വെള്ളായണി കാർഷിക കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തൈകൾ വാങ്ങാറുമുണ്ട്. ഹൈബ്രിഡിനേക്കാളേറെ നാടൻ വിത്തുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ചീരയായിരുന്നാലും ഒരു ചീര അതിൽ നിന്ന് കട്ട് ചെയ്യാതെ മുഴുവനെ അങ്ങ് വിട്ടിരിക്കും വിത്തിനായിട്ട്. അതിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ച് വെച്ച് അത് തന്നെയാണ് അടുത്ത വിളവിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഗോൾഡൻ ബെറി എന്ന് പറയുന്ന ഒരു പഴമാണ്. ഇത് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന പേരിലും മറ്റു പല പേരുകളിലും പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നു. ഇതിന് വിദേശ മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡാണ്. ഇതിൻ്റെ ഒരു പഴത്തിന് തന്നെ ഇന്ത്യൻ മണി ഏകദേശം 35-40 രൂപ കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് വളരെ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പഴമാണ് ഗോൾഡൻ ബെറി. വിദേശികൾക്കാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ അറിയാമെന്നുള്ളത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴിയിൽ കണ്ട് പറിച്ച് തിന്നിരുന്ന ഒരു പഴത്തിന് ഇത്രയേറെ വാല്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഇത് പച്ചയായതുകൊണ്ടാണ്. ഇത് പഴുക്കുമ്പോൾ ഇത് നല്ല ഗോൾഡൻ യെല്ലോ കളറാവും, കുറച്ചുകൂടെ മുഴുപ്പ് വരും. അതിന് നമുക്ക് ഭക്ഷിക്കാം. അത് ഭക്ഷ്യയോഗ്യമാണ്. വളരെ സേഫായിട്ട് അത്രയും വിലപിടിപ്പുള്ളതിനെ പ്രകൃതി തന്നെ ഇങ്ങനെ ഒളിപ്പിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെടികൾക്ക് നമ്മൾ ജൈവവളം അല്ലാതെ രാസവളം ഇന്ന് വരെ അതിൽ കൊടുത്തിട്ടേയില്ല. ചാണകം, ഗോമൂത്രം, പിന്നെ കടലപ്പിണ്ണാക്ക് ശർക്കരയിട്ട് പുളിപ്പിച്ച അത്, പിന്നെ ഇതിന് ബൂസ്റ്ററായിട്ട് കൊടുക്കുന്നത് ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വളങ്ങൾ. അതുകൂടാതെ കോഴിക്കാഷ്ടം, പച്ചിലവളം, പിന്നെ ചാരം. ചില ചെടികൾക്ക് ചാരം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടത്തോട്, പഴത്തിൻ്റെ തോട്, പിന്നെ പ്രധാനമായിട്ടും തേയിലച്ചണ്ടി, ഇങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ്, പഴങ്ങളുടെ വേസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഗാർഹികമായിട്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കഞ്ഞിവെള്ളം, പഴങ്കഞ്ഞിവെള്ളം, പുളിപ്പിച്ച പഴങ്കഞ്ഞിവെള്ളം, ഇതെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ അടുക്കളയിൽ തന്നെ കുറച്ചധികം അടുക്കള വേസ്റ്റ് ഉണ്ടാകാറുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ പല രീതിയിലും ഈ ചെടികൾക്ക് കൊടുക്കുന്നത്. ഇത് മധുരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് തോന്നും ഒരു ഗ്രോ ബാഗ് അല്ല ഇത് ഇവിടുത്തെ വേസ്റ്റ്, ചെടികളുടെ ഇലകളെല്ലാം ഉണങ്ങിയത് ഞാൻ ഒരു ചാക്കിൽ കെട്ടി വച്ചിരുന്നു. ആ ചാക്കിൻ്റെ ഒരു സൈഡ് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും വളരെ കുറച്ച് മണ്ണും ചേർത്തിട്ട് അതിൽ വെച്ച് കൊടുത്തതാണ്. അത് വളരുന്നുണ്ട്. തറയിൽ നട്ടാൽ തീർച്ചയായിട്ടും ഇതിന് എലി മാന്തി ഇതിന് കിഴങ്ങ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ടെറസിൽ നമുക്ക് വളരെ സൗകര്യപൂർവ്വം നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം കീടങ്ങളുടെ ആക്രമണം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഇത് ഒരു 800 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് വന്ന് രാവിലെയും വൈകുന്നേരവും ഓരോ ചെടിയുടെ ഇലയും മറിച്ച് നോക്കി അതിലേതെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അതിനെ കൊന്നുകളഞ്ഞിട്ട് ഒരു വിധത്തിലുള്ള കീടനാശിനികളും ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് തന്നെ എല്ലാ ചെടികളെയും പരിപാലിക്കുകയാണ് ഇവിടെ അധികവും ചെയ്യുന്നത്. കോളിഫ്ലവറിനെയും ക്യാബേജിനെയും ബാധിക്കുന്ന ഒരു കീടമാണ് ഇത്. കണ്ടോ, ഇതിനകത്ത് നിറച്ച് ആ ഇല അരിച്ചു പോവുകയാണ്, പുഴുക്കളാണ്. ഇതൊക്കെയാണ് നമ്മളെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വില്ലന്മാരിൽ ചിലരാണ് ഇവരൊക്കെ. അത് കൃത്യസമയത്ത് കണ്ടെത്തി ആ ഇലയിലിരിക്കുന്ന പുഴുക്കളെ നമ്മൾ പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നിനെയും ബാധിക്കില്ല. അതായത് നിരീക്ഷണമാണ് ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പച്ചക്കറി കൃഷിയുടെ കൂടെ തന്നെ ഇവിടെ മുന്തിരിവള്ളി പടർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പ്രൂണിങ് നടന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇലകളൊന്നും കാണാൻ സാധിക്കാത്തത്. മുന്തിരിവള്ളിയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് എനിക്ക് വിളവ് കിട്ടുന്നു. പച്ച നിറത്തിലാണെങ്കിലും അത് പഴുക്കുമ്പോൾ നല്ല ബ്രൗൺ നിറം ആകുന്ന മുന്തിരിയാണിത്. നല്ല സ്വീറ്റാണ്. മുന്തിരി നട്ടിരിക്കുന്നത് താഴെ മണ്ണിലാണ്. അവിടെ നിന്ന് അതിൻ്റെ മുന്തിരിവള്ളി മേളിലേക്ക് എത്തിച്ച് പടർത്തിയിരിക്കുകയാണ് ചെയ്തത്. വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിയ പാവലിൻ്റെ തൈകളാണ് ഇവ. ഇപ്പോൾ ഒരു തവണ വിളവെടുത്തു.
ഇനിയും വിളവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്രോ ബാഗിലാണ് ഇവയും നട്ടിരിക്കുന്നത്. സാധാരണ അടിവളമായിട്ട് നമ്മൾ മറ്റ് പച്ചക്കറികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഇതിനും ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും ഇതിൽ വന്നിട്ട് കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പരിശോധന നടത്തുന്നുണ്ട്. ഞാനിവിടെ വിളകൾക്ക് കൊടുക്കുന്ന ഒരു ബൂസ്റ്റർ എന്ന് പറയത്തക്ക ഒരു വളക്കൂട്ടാണ് ഫിഷ് അമിനോ ആസിഡ്. ഇത് മത്തിയും ശർക്കരയും കൂടെയുള്ള മിശ്രിതം ഏകദേശം 45ഓളം ദിവസം സൂക്ഷിച്ച് വച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇത് ചെടികളുടെ മൂട്ടിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാം, അതോടൊപ്പം ഇലകളിൽ സ്പ്രേ ചെയ്യാം. ഇവ കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഈ ചെടികൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പുഷ്പങ്ങൾ ഉണ്ടായി അത് ഫലം ഉണ്ടാകുന്നതിന് ഇത് വളരെ സഹായകരമായ ഒന്നാണ്. ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്. നല്ല മുറുക്കമുള്ള അടപ്പുള്ള ഒരു കണ്ടെയ്നറിൽ ഒരു ലെയർ ശർക്കര ഇടുന്നു. അതിൻ്റെ പുറത്ത് ഒരു ലെയർ അധികം വെള്ളമൊന്നും അതിനകത്ത് മത്തി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാം. അതിൻ്റെ രക്തത്തിനെ ഒന്നും കളയേണ്ട കാര്യമില്ല. ഒരു ലെയർ മത്തി ഇടുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ശർക്കര ഇടുന്നു. പകുതിയിലേറെ ഭാഗം മാത്രം നിറച്ചിട്ട് ഇതിനെ അടച്ചു വയ്ക്കുന്നു. 45 ദിവസം കഴിയുമ്പോൾ ഇത് ഒന്നാം തരം വളമായിട്ട് മാറിയിട്ടുണ്ടാവും. 1 ലിറ്റർ വെള്ളത്തിൽ 3 ml ചെടികളുടെ വളർച്ച അനുസരിച്ചിട്ട്, ചെറിയ ചെടികൾക്ക് വളരെ കുഞ്ഞു ചെടികൾക്കാണെങ്കിൽ 3 ml മതിയാവും. അല്ലാന്നുള്ളവയ്ക്ക് 5 ml അത് മാത്രം ചേർത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഡൈല്യൂട്ട് ചെയ്തതിന് നമുക്ക് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം, വളമായിട്ട് ഉപയോഗിക്കാം. ഫിഷ് അമിനോ പോലെ തന്നെ മറ്റൊരു വളക്കൂട്ടാണ് എഗ് അമിനോ ആസിഡ്. ഇതിന് നമ്മൾ നാടൻ കോഴിയുടെ മുട്ടയും പിന്നെ നാരങ്ങയുടെ നീരും ഒപ്പം തന്നെ കുറച്ച് ശർക്കരയും ഇത്രയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഫിഷ് അമിനോ പറഞ്ഞതുപോലെ തന്നെ ഇത് മുട്ട എത്രയാണോ ഇതുപോലത്തെ ഒരു വലിയ പാത്രത്തിൽ താഴെ മുട്ട വച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടും തന്നെ വെള്ളം ആവാൻ പാടില്ല, വെള്ളമൊക്കെ കഴുകി തുടച്ച മുട്ട വച്ചിട്ട് അതിൻ്റെ പുറം നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ നമ്മൾ നാരങ്ങ നീരൊഴിക്കണം. അങ്ങനെ അത് 15 ദിവസം കഴിയുമ്പോൾ അതിലേക്ക് ഒരു മുട്ടയ്ക്ക് 25 ഗ്രാം എന്ന കണക്കിൽ ശർക്കര പൊടിച്ചത് കൂടെ ഇതിനകത്ത് ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കുക. 45 ദിവസം കഴിയുമ്പോൾ ഇത് ഒന്നാം തരം വളമായിട്ടുണ്ടാവും. ചോളം CTCRIയിൽ നിന്ന് വാങ്ങിയതാണ്, തൈ മേടിച്ചതാണ്. ഇത് 1 മാസം ആയിട്ടേ ഉള്ളൂ, ജസ്റ്റ് 1 മാസം ആയിട്ടേ ഉള്ളൂ. അത് വളരെ നന്നായിട്ട് എൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. അത് വിജയത്തിലെത്തുമെന്ന് തോന്നുന്നു. സീതപ്പഴമാണ്. ഇതിനെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ ഫിഷ് അമിനോ തളിച്ചു കൊടുത്തു. ഇത് നോക്കൂ, ഇതാ 1 2 3 4 കായ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ചാമ്പ ചെടിയാണ്, ഇത് കായ്ച്ചിട്ടില്ല. ഇത് ബേറാപ്പിൾ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ നിറയെ കായ്കൾ വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്നതാണ്. ഇതിൽ പക്ഷേ കായ്ച്ചിട്ടില്ല, ഇതുവരെയും കായ്ച്ചിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം 2 വർഷത്തോളം ആകുന്നു ചെടി നട്ടിട്ട്, കായ്ച്ചിട്ടില്ല. ഇത് പൊന്നാങ്കണ്ണിച്ചീരയാണ്. ഇത് കണ്ണിന് വളരെ ഔഷധപരമാണ് ഇതിൻ്റെ ഇല കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇതിന് ഡിമാൻഡുള്ള ഒരു ഇലച്ചെടിയാണ്. ഇതൊരു മധുരക്കിഴങ്ങ് വള്ളി തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്ക് വേറൊരു വയലറ്റ് നിറമുള്ള ഇതാണ്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടി ഞാൻ കൊണ്ട് നട്ടിരിക്കുന്നതാണ്. പേരയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ 7ഓളം പേരയ്ക്ക, വളരെ വലിപ്പമുള്ള പേരയ്ക്ക കിട്ടി. ഇപ്പോൾ ഇതാ വീണ്ടും അത് പൂവിട്ടിട്ടുണ്ട്. ഇത് ചെറുനാരകമാണ്, ചെറുനാരകം. ഇവിടെ ചെടികൾ നടുന്നതിന് ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഗ്രോ ബാഗിന് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചട്ടികൾക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിന് മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അടിയിൽ ഒരു ലെയർ ഉണങ്ങിയ കരിയില ഇടും. അതിനുശേഷം വളങ്ങൾ ചേർത്ത മണ്ണ് ഒരു ലെയർ ഇടും. അത് വീണ്ടും ഒരു ലെയർ കരിയില, വീണ്ടും വളം ചേർത്ത മണ്ണ്, ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി, ഇപ്പോൾ ഞാനിവിടെ ഒരു കത്തിരിയുടെ തൈയാണ് ഞാൻ നട്ട് കാണിക്കുന്നത്. അത് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി ആക്കിയതിന് ശേഷം കത്തിരിയുടെ അല്ലെങ്കിൽ ഏത് ചെടിയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ വച്ചിട്ട് നമ്മൾ ഈ വളക്കൂട്ട് ചേർത്ത് വച്ചിരിക്കുന്ന മണ്ണ് ഇതിലേക്ക് വാരി നിറയ്ക്കലാണ് ചെയ്യുന്നത്. ഇനി ഇതുകൂടാതെ ഈ ഗ്രോ ബാഗിൻ്റെ സൈഡുകളിൽ വീണ്ടും കരിയില ചേർത്ത് വച്ചിട്ട് വീണ്ടും നമുക്ക് അതിനെ മണ്ണ് കൊണ്ട് ബലപ്പെടുത്താം.
അങ്ങനെ വരുമ്പോൾ ഈ സൈഡുകളിലുള്ള കരിയിലയും അടിയിലുള്ള കരിയിലയും വെള്ളത്തിനെ പിടിച്ചു നിർത്തി ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഈ ചെടിക്ക് നൽകും. ചാണകപ്പൊടി, അതോടൊപ്പം തന്നെ ചകിരിച്ചോറ്, അത് ഇവിടെ ഞങ്ങൾക്ക് ജൈവ അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. കോഴിവളം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് മണ്ണും അതോടൊപ്പം ചേർത്തിട്ട്, മണ്ണ് വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവ എല്ലായിടത്തിൻ്റെയും കൂടെ ഒരു മിശ്രിതമാണ് നമ്മൾ ഇതിന് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 4 ഇല പരുവമാവുമ്പോൾ ചെടികൾ ഏതായിരുന്നാലും നമുക്ക് പറിച്ച് നടാം. നമുക്കൊരു കാണുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കൃഷിക്കാർക്ക് അത് നമുക്ക് മനസ്സിലാവും ഒരു ചെടി പറിച്ച് നടാനുള്ള പാകമായോ ഇല്ലയോ എന്നുള്ളത്. ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇലയൊക്കെ പരുവായിട്ട് എടുത്ത് നടുന്നതാണ്. അതിൻ്റെ കരുത്തുള്ള ചെടികൾ ആദ്യം എടുത്ത് നടുക, കരുത്തില്ലാത്തവയെ വിടുക. വീണ്ടും അവയ്ക്ക് വെള്ളവും വളവും കൊടുക്കുമ്പോൾ അവ കരുത്താർജിക്കും, അപ്പോൾ അവയും എടുത്ത് നടുക. ആ രീതിയാണ് അവലംബിക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ ഒരു 4-5 ദിവസത്തേക്കെങ്കിലും ഇതിനെ തണലിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ വേരെല്ലാം ഈ മണ്ണിൽ ഓടി തുടങ്ങി അതൊരു പുഷ്ടിയായതിന് ശേഷം, അത് ജീവിക്കാൻ പ്രാപ്തമായെന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെ വെയിലത്ത് വയ്ക്കാവൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഗ്രോ ബാഗുകളുടെ ആയുസ് വളരെ കുറവാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ചെത്തു പോകുന്നു എന്ന ഒരു സ്വഭാവമാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഗ്രോ ബാഗ് മാക്സിമം ഒഴിവാക്കി ഈ ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ചട്ടികളാകുമ്പോൾ വർഷങ്ങളോളം നിന്നോളും. സത്യം പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. എനിക്കിത് വളരെ ഇഷ്ടമാണ്. ഞാൻ വളരെ സന്തോഷപൂർവ്വം, വളരെ ആഹ്ലാദത്തോടുകൂടെ ചെയ്യുന്നതാണ്, വളരെ ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളത് അത് ജോലിയല്ല. ഇതിനെ നമുക്ക് ജോലിയായിട്ട് കണക്കാകും. നമ്മൾ ഇഷ്ടത്തോട്, നമ്മൾ പാട്ട് പാടുന്നു, ഒരാളിന് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ വയലിൻ വായിക്കുന്നു. പാഷൻ ഉണ്ടെങ്കിൽ, ഒരു കാര്യത്തിനോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കതൊരു ജോലിയായിട്ടേ ഒരിക്കലും തോന്നില്ല. പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് പലരും അത് നിർത്തിപ്പോകുന്നുണ്ട്. അതിന് പല കാരണങ്ങളാണ് അവർ പറയുന്നത്. കീടങ്ങളുടെ നിയന്ത്രണം കഴിയുന്നില്ല, അതോടൊപ്പം തന്നെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിൽ നിന്ന് ഫലം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ അതിനെ പരിപാലിച്ചാൽ, ജൈവപരമായി തന്നെ കൃഷി ചെയ്താൽ അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അവരവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അവരവർക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഈ ചെറിയ കൃഷിയിടം. സുരക്ഷിത മട്ടുപ്പാവ് കൃഷി എന്ന ആശയത്തിലാണ് ഞങ്ങൾ ഇതിലെല്ലാം തന്നെ സ്റ്റാൻഡ് അടിച്ചിരിക്കുന്നത്. ഈ സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇത്രയേറെ ചട്ടികൾ വച്ചിട്ടുണ്ടെങ്കിലും ഇവ വെയ്റ്റ്ലെസ്സാണ്. കാരണം അടിയിൽ കരിയിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ചാണകവും കുറച്ച് മണ്ണും കുറച്ച് ചകിരിച്ചോറ്, ഇത്തരത്തിൽ എങ്ങനെയെല്ലാം നമുക്കിതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള ഉപാധികളാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ടെറസിന് യാതൊരുവിധ കേടുമില്ല. പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകാൻ തക്ക വിധത്തിൽ സ്റ്റാൻഡുണ്ട്. അതുകൂടാതെ വൈറ്റ് സിമെൻറ്റ് ഇവിടെ തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ആർക്കും ഇതുപോലെ ചെയ്യാം. ഇനി സ്റ്റാൻഡ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചുടുകല്ലുകൾ 2 എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചട്ടി വെച്ചിട്ടായാലും കൃഷി ചെയ്യാം. പിന്നെ മറ്റു ചിലർ ഓട് വച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്ടി വെച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിരട്ട ഒരു 4 അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ഗ്രോ ബാഗ് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി. ഞങ്ങളിവിടെ ഡ്രിപ്പ് ഇറിഗേഷനും കൂടെ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളാരും ഈ വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെടികൾക്ക് വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവയെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത്. ടൈമർ വെച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇതിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട്. അത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സമാധാനത്തോടുകൂടെ നമുക്ക് എവിടെയും യാത്ര പോകാം. നമ്മുടെ ചെടികൾ നശിച്ചു പോകില്ല എന്ന ഒരു സമാധാനത്തോടുകൂടെ. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തന്നെ ടെറസിലേക്ക് വരും. ടെറസിലേക്ക് വന്നാൽ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നിരീക്ഷണം തന്നെയാണ്. എല്ലാ ചെടികളുടെയും ഇല കഴിയുന്നതും
പുഴുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അത് എടുത്ത് കൊല്ലുക. ഇലകളുടെ അടിഭാഗം മറിച്ച് നോക്കി അതിൽ കീടാബാധ ഉണ്ടെങ്കിൽ അവയൊക്കെ നശിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ നിന്നുള്ള പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചെടികൾക്ക് കൊടുക്കും. ഏതെങ്കിലും ചെടികൾക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയാൽ പിന്നെ രാവിലെ ഇപ്പോൾ ഈ നല്ല വേനലായതുകൊണ്ട് ഒരു പ്രാവശ്യം എന്തായാലും ഓസ് വെച്ചിട്ട് ആണിപ്പോൾ വെള്ളം കൊടുക്കുന്നത്. ഒരു റൗണ്ട് എല്ലാത്തിനും വെള്ളം കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും എടുത്തിട്ടാണ് ഞാൻ താഴേക്ക് പോകുന്നത്. ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ രാവിലെ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ തക്കാളിയുടെ തൈ ഞാൻ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൽ നല്ല കായ്ഫലം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ഓരോ കൊലയിലും 5ഉം 6ഉം തക്കാളികൾ വളർന്നു വരുന്നുണ്ട്. ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മൂട്ടിൽ മണ്ണ് മാറ്റിയതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കി വെച്ചിരുന്നിട്ട് അതിനെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു. തക്കാളി ചെടിക്ക് ചാരം നല്ലതാണ്. ഇതിപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഇതിനൊരു താങ്ങ് നമ്മൾ കൊടുക്കണം. ഒന്നുകിൽ മേളിലേക്ക് പടർത്തി വിടാനുള്ള ഒരു സംവിധാനം ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പ് വെച്ച് കെട്ടി അതിനൊരു താങ്ങ് കൊടുക്കണം. ഇവിടെ ഓരോ ചെടികളുടെയും ചെടിച്ചട്ടികളുടെയും മൂട്ടിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്, അടിഭാഗത്ത് ഇട്ടിരിക്കുന്നത് കരിയിലയാണ്. മറ്റു ചെടികളിൽ നിന്നും കരിഞ്ഞു വീഴുന്ന ഇലകൾ ഇവയെല്ലാം തന്നെ ശേഖരിച്ച് ഒരു ചാക്കിലാക്കി വച്ചിരുന്നിട്ട് ഇവയാണ് അടിവളമായിട്ട് കൊടുക്കുന്നത്. കൃഷി തുടങ്ങിയപ്പോൾ തന്നെ കത്തിരി, വഴുതന എന്നീ തരത്തിൽപ്പെട്ടവ നടുവായിരുന്നു. ഇപ്പോൾ ഇതാ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിച്ച തൈയാണ്. ഇത് പൂത്ത് തുടങ്ങി. ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട്. ചെറിയ തൈയായിരുന്നു. ഇത് വഴുതനയിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് വള്ളിപ്പയറാണ്. ഈ കാണുന്നതെല്ലാം വിത്ത് നട്ട് പൊടിപ്പിച്ച് ഇതിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇത് പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും ഏകദേശം ഒരു 1.5-2 മാസത്തോളം വള്ളിപ്പയർ നമുക്ക് ആവശ്യത്തിനുള്ളത്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടാറുണ്ട്. ഈ തട്ടിട്ടിരിക്കുന്നതിലേക്കാണ് നമ്മൾ പടർത്തി വിടാറുള്ളത്. ഈ പയറിനായിട്ടാണ് ഈ സ്ഥലം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഈ പയർ ഇവിടെ നടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് മുകളിൽ ഒരു പന്തലായിട്ട് കിടക്കുമ്പോൾ താഴെ നിൽക്കുന്ന ചെടികൾക്ക് കുറച്ച് ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി കൂടെ കിട്ടും. അതും കൂടെ ഉദ്ദേശിച്ചായിട്ടാണ് ഈ പന്തലിലേക്ക് ചെടികൾ കയറ്റി വിടുന്നത്. ടെറസിലെ സ്ഥലപരിമിതി കാരണം ഞങ്ങൾ കുറച്ച് ചെടികൾ വീടിന് ചുറ്റും വച്ചിട്ടുണ്ട്. അമ്പഴമാണ്, അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് പഴുത്താൽ വളരെ മധുരമുള്ള ഒന്നാണ് അമ്പഴം. പിന്നെ മെഡിസിൻ വാല്യൂ ഒത്തിരി ഉള്ളതാണ്. ഇത് അഗസ്തിച്ചീരയാണ്. ഇതിൻ്റെ പൂവും ഇലകളും ഒരുപോലെ ഭക്ഷണയോഗ്യമാണ്. മെഡിസിൻ വാല്യൂ ഒത്തിരി ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് അൾസർ പോലെയുള്ള അസുഖങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ്. ഇത് മിറക്കിൾ ഫ്രൂട്ടിൻ്റെ കായകളാണ്. മിറക്കിൾ ഫ്രൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു പഴം കഴിച്ച് ഏകദേശം 1 മണിക്കൂറിലേറെ സമയം പുളിപ്പുള്ളത് എന്ത് കഴിച്ചെന്നാൽ അത് മധുരമായിട്ട് തോന്നും. ഷുഗർ പേഷ്യൻസിന് രാവിലെ ഇതിൽ നിന്ന് ഒരു പഴം ചവച്ചിറക്കിയതിന് ശേഷം വിത്തൗട്ട് ചായ കുടിച്ചിരുന്നാലും അത് മധുരമായിട്ട് തോന്നും. കുഞ്ഞു കുട്ടികളെ നമ്മുടെ കൈവെള്ളയിലെടുത്ത് നമ്മൾ അവയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നമ്മൾ നിരീക്ഷിക്കില്ലേ അമ്മമാർ, അതുപോലെയാണ് ഈ ചെടികളും. നമ്മളിങ്ങനെ ഓരോ ഇലയും മറിച്ച് നോക്കിയിട്ട് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്കവയെ കണ്ടെത്താൻ കഴിയും. എല്ലാത്തിനും ഒരു ഇഷ്ടം വേണം, സ്നേഹം വേണം. കുടുംബത്തിൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് 2 ആൺമക്കളാണ്. മൂത്തവൻ അനന്തകൃഷ്ണൻ UK പഠനത്തിന് പോയിരിക്കുന്നു. രണ്ടാമത്തെ ആൾ അരവിന്ദ് കൃഷ്ണൻ. അവൻ MBA ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞ് ഇവിടെയുണ്ട്. അവൻ്റെ ഫുൾ സപ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇതിന് ഉണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര സന്തോഷമാണ്. കാരണം മാനസികമായിട്ട് സന്തോഷം നമ്മളിന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ഇന്ന് ആ ചെടി ഇങ്ങനെ നിൽക്കുന്നു, അതിന് മൊട്ട് വന്നിട്ടുണ്ട്, നാളെ അത് പൂവാകും എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം വന്ന് ഈ ചെടി എന്തായി, അതിൽ പൂവിട്ടോ അല്ലെങ്കിൽ അതിലൊരു കായ വിരിഞ്ഞോ എന്ന് കാണുന്നതിന്, അത് കണ്ട് മനസ്സിലാക്കുന്നതിന് ഭയങ്കര ആഗ്രഹം തോന്നും. അതുകൊണ്ട് തന്നെയാണ് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ ടെറസിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ ചെടികളെ ഞാൻ പരിപാലിക്കുന്നത്. 800 സ്ക്വയർ ഫീറ്റിലെ പരിമിതമായ സ്ഥലത്തുള്ള ചെറിയ കൃഷി വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്.
ഇത് എനിക്ക് സാധിക്കുമെങ്കിൽ എല്ലാ പേർക്കും സാധിക്കുന്ന കാര്യമാണ്. സ്ഥലമില്ല, ഇത് കീടങ്ങളുടെ ആക്രമണം എന്ന് എല്ലാം പറഞ്ഞ് ഇതിൽ നിന്ന് വൈമുഖ്യം കാണിക്കാതെ എല്ലാവരും ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് വരണം. പുതുതലമുറയെ നമുക്ക് രോഗങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താൻ ഈ കൃഷി നമ്മെ സഹായിക്കും. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.